إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന വിശ്വാസിനികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ സ്രഷ്ടാവും തമ്പുരാനും അഖില ലോകപരിപാലകനുമായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് പ്രിയപ്പെട്ടവരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ 16-ാം അധ്യായം സൂറ നഹലിന്റെ 58-59 ആയത്തുകളാണ് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഓതിവെച്ചത്. പ്രസ്തുത വചനത്തിലൂടെ കാരുണ്യവാനായ നാഥൻ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഏകദേശം 1500 കൊല്ലത്തിന് പിന്നിലേക്കാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനായി തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാമൂഹികമായ ഒരു സാഹചര്യത്തെ ബോധ്യപ്പെടുത്തുകയാണ് കാരുണ്യവാനായ നാഥൻ ഈ 2 ആയത്തുകളിലൂടെ. ഇന്നിന്റെ വർത്തമാന സാഹചര്യം നമ്മുടെ പത്രമാധ്യമങ്ങളും അതുപോലെയുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അനുഭവിച്ച പീഡനത്തിന്റെയും
അതേപോലെ തന്നെ അംഗീകാരം ലഭിക്കാതെ പോയതിന്റെ കാരണങ്ങളെയുമൊക്കെ സംബന്ധിച്ചാണ് ഇന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. സാംസ്കാരികമായി ചിന്തിക്കുന്ന പല ആളുകളും ഒന്ന് രണ്ടാഴ്ചകളായി വാർത്തകൾ പോലും കാണരുത് എന്ന് തങ്ങളുടെ മക്കൾക്ക് നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യം സൂചിപ്പിച്ചത് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ യഥാർത്ഥത്തിൽ കുടുംബമായിരുന്ന് കേൾക്കാൻ കഴിയാത്തത്ര ഭീതിതമായ, ദാരുണമായ, അതല്ലെങ്കിൽ എത്രമാത്രം മനുഷ്യൻ അധപ്പതിച്ചു എന്നതിന്റെ നേർചിത്രങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പുരോഗമനവാദത്തിന് പ്രാധാന്യം നൽകുന്ന ആളുകൾ അവർക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സാധാരണ നിലയിൽ നടക്കുന്നത് പോലെ ഇസ്ലാമിനെ വിമർശിക്കുവാനും അതിൽ ആനന്ദം കണ്ടെത്തുന്ന ചില ആളുകൾ ശ്രമിക്കുന്നു എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇസ്ലാമിന്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പലപ്പോഴും വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയ മതമാണ് എന്നും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നും അവരിഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു വസ്ത്രധാരണം പോലും അവർക്ക് സാധ്യമാകാത്തത്ര കുടുസാണ് ഇസ്ലാം എന്നുമൊക്കെയാണ് ഇന്നും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഇസ്ലാമിന്റെ അവസാന പ്രവാചകനായി കടന്നു വരുന്ന ഒരു സാഹചര്യത്തെ, അല്ലെങ്കിൽ ആ ഒരു സാമൂഹികമായ അന്തരീക്ഷത്തെ പടച്ച റബ്ബ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. നമുക്കറിയാം, പ്രവാചകൻ തന്റെ പ്രബോധനം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ജാഹിലിയ സമൂഹം എന്നാണ് ആ സമൂഹത്തെ വിളിക്കുന്നത്, അന്ധകാരത്തിൽ അല്ലെങ്കിൽ ഡാർക്ക് ഏജിൽ ജീവിച്ച ഒരു സമൂഹമാണ്. അവിടെ സ്ത്രീകളുടെ സ്ഥാനം എന്തായിരുന്നു? ആ ചരിത്രം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അവിടെ സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കണ്ടിരുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, പെൺകുട്ടിയായി പിറന്നവൾക്ക് ദുനിയാവിന്റെ ജീവിതം അത് നിഷേധിക്കുന്ന സാഹചര്യം, ജീവിക്കുവാനുള്ള അവസരം നിഷേധിച്ച ഒരു സാഹചര്യം. ഇനി അതല്ല, അവൾക്ക് ജീവിക്കാനുള്ള അവസരം നൽകുകയാണെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോ ഏതൊരു പുരുഷനും തന്റെ ലൈംഗികമായ തീഷ്ണതയെ ഒതുക്കുവാൻ അതിന്റെ പരിഹാരമായി പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികളുള്ള വീടുകൾക്ക് മുമ്പിൽ ഒരു കൊടി നാട്ടി അതിൽ ഗർഭിണിയാകുമ്പോ ആരുടെ മുഖച്ഛായയാണോ കുട്ടിക്കുള്ളതെങ്കിൽ അവർക്ക് നൽകുന്ന ഒരു സാഹചര്യം. അതേപോലെ തന്നെ സ്വത്ത് അനന്തരം നൽകാൻ അതിന് അർഹതയില്ലാത്ത ഒരു സമൂഹമായി, മനുഷ്യനായി പോലും സ്ത്രീകളെ കാണാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ സൂറ നഹലിന്റെ 58, 59 ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ വിളിക്കുന്നത് എന്നത്. അള്ളാഹു പറഞ്ഞു, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, ഒരു സ്ത്രീയെക്കുറിച്ച്, പെൺകുട്ടിയെക്കുറിച്ച് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണെങ്കിൽ അന്ന് ആ സാഹചര്യത്തിൽ ആ പെൺകുട്ടി ജനിക്കുന്ന പിതാവിന്റെ മാനസികമായ അവസ്ഥയെയാണ് ഖുർആൻ പറഞ്ഞത്. ലല്ല വജ്ഹഹു മുസ്വദ്ദൻ വഹുവ ഖലീം, അവൻ മുഖം കറുത്തിരുണ്ടു പോവുകയാണ്, അവൻ കോപാകുലനാവുകയാണ്. കോപാകുലനായി ദേഷ്യപ്പെട്ട് അവന്റെ മുഖം കറുത്തിരുണ്ടു പോകുന്നു. കാരണം അവന് ജനിച്ചത് ഒരു പെൺകുട്ടിയാണ് എന്നതുകൊണ്ടാണ്. മാത്രമല്ല, യതവാറ മിനൽ ഖൗമി മിൻ സൂഖ്, അപമാനത്തോടുകൂടി ആ പെൺകുട്ടിയെ വെച്ചുകൊണ്ടിരിക്കണമോ അതല്ല മാ ബുശ്ശിറ ബിഹി, അവന് സന്തോഷം നൽകപ്പെട്ട ആ കുട്ടിയെ
അപമാനത്തോടു കൂടി വെച്ചുകൊണ്ടിരിക്കണമോ, അല്ലെങ്കിൽ അയമുസ്സുഹു അലാ ഹൂനിൻ ഔ യദുസ്സുഹു ഫിത്തുറാബ്, അതല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം, അവൻ അതിനെ മണ്ണിൽ കുഴിച്ചു മൂടേണമോ എന്നതാണ് അവൻ ചിന്തിക്കുന്നത്. എന്നാൽ അവൻ പെൺകുട്ടി ജനിക്കുമ്പോ ആളുകളിൽ നിന്ന് അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആ വിഷയത്തിൽ അപമാനഭാരത്താൽ ആളുകളുടെ കൺമുന്നിൽ നിന്ന് വിട്ടകന്നു പോകുന്നു, അല്ലെങ്കിൽ ഒളിച്ചു നിൽക്കുന്നു. പിന്നീട് അവൻ ചിന്തിക്കുന്നത് അതിനെ ഈ അപമാനം സഹിച്ചുകൊണ്ട് വളർത്തേണമോ അല്ല അതിനെ മണ്ണിൽ മൂടേണമോ എന്നതാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അല സഅമാ യഹ്കുമൂൻ, അവസാനം അവൻ തീരുമാനിക്കുന്ന അവന്റെ തീരുമാനം എത്ര മോശമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അവസാനം തീരുമാനിക്കുന്നത് ആ കുട്ടിയെ മണ്ണിൽ കുഴിച്ചു മൂടുക എന്നതാണ്. അല്ലേ? അത് ജാഹിലിയത്തിന്റെ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു എന്നതാണ്. അതേപോലെ തന്നെ അങ്ങനെ അപമാനഭാരത്താൽ ആ കുട്ടിയെ പോറ്റി വളർത്തി വലുതാക്കി പ്രായമാകുന്ന സാഹചര്യം എത്തുമ്പോഴോ ആവശ്യക്കാർക്ക് വേണ്ടി അതിനെ വിട്ടുകൊടുക്കുകയും മുഖം നോക്കി കുട്ടിയെ നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന എല്ലാ വിധത്തിലുള്ള അവകാശങ്ങളും നൽകപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ പെൺകുട്ടികളെ ഇവിടെ ജീവിക്കുവാനുള്ള അവസരം നൽകിയത് പരിശുദ്ധ ഇസ്ലാമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. സ്ത്രീ സ്വാതന്ത്ര്യം അനുവദിച്ച, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ പെൺമക്കൾ അനുഭവിക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെയും അതുപോലെ തന്നെ പരിഗണനയുടെയും പദവിയുടെയും അംഗീകാരത്തിന്റെയും ഒക്കെ നിമിത്തം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വളരെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ആ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ പ്രവാചകനും സകല നിയമങ്ങളും, അല്ലെങ്കിൽ ധാരാളം നിയമങ്ങൾ വിശുദ്ധ ഖുർആനിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യയിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെന്തിനാ? അതൊരു സ്ത്രീയുടെ സുരക്ഷയും അഭിമാനവും അവളുടെ വ്യക്തിത്വവും അത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. സ്ത്രീക്ക് വലിയ മഹത്വം നൽകിയ ഒരു മതമാണ് ഇസ്ലാം. എന്നാൽ അവളുടെ വസ്ത്രധാരണം എന്തിനാ? അവൾ മൂടിപ്പൊതച്ച് കഴിയണം എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ കഴിയണം. എന്തേ കാരണം? അത് കഴിയാത്തതിന്റെ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീയെ ബഹുമാനിക്കുക എന്നതാണ്, അവൾക്ക് ആദരവ് നൽകുക എന്നതാണ്, അവളെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്നതാണ്, അവളെ പരിഗണിക്കുക എന്നതാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന എങ്ങനെയാണ്? അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ സദാചാര മര്യാദ പ്രകാരം, മുറപ്രകാരം അവരോട് നിങ്ങൾ സഹവസിക്കണമെന്നോ, ഒരു ഭർത്താവിനോട്, ഒരു ഇണയോട് എങ്ങനെ നിലപാട് സ്വീകരിക്കണം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനും വിശുദ്ധ ഖുർആനും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കി എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞത് ഇന്നല്ലാഹ ഹറമ അലൈക്കും ഹുഖൂഖുൽ ഉമ്മഹാത്ത്, നിങ്ങളുടെ മാതാക്കളെ ഉപദ്രവിക്കുക എന്നത് അത് നിങ്ങളുടെ മേൽ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. മാത്രമല്ല പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുക എന്നതും ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ പരിഗണന നൽകിയത് സ്വത്തിന് അവകാശമില്ല എന്ന് പറയുമ്പോ ഒരു ഉപ്പയുടെയും ഒരു ഉമ്മയുടെയും സ്വത്തിന്റെ അവകാശം എത്രയാണ് എന്ന് കൃത്യമായി അനന്തര സ്വത്തിന് അവകാശം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഉപഭോഗ വസ്തുവായി കാണാതെ അവളെ തന്റെ ജീവന്റെ പാതിയായി കാണണമെന്ന് പഠിപ്പിച്ച മതം അതാണ് പരിശുദ്ധ ഇസ്ലാം. എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും അവൾക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ്. ഒരാൾക്ക് സ്വർഗം നേടാൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം, മനിസ്തുബദിയ മിൻ ഹാദിഹിൽ ബനാത് ബിശൈഇൻ ഫഅഹ്സിന ഇലൈഹിന്ന കുല്ലഹു സതറ മിനന്നാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
ഒരു മനുഷ്യൻ അല്ലാഹു 2 പെൺമക്കളെ നൽകിയിട്ട് ആ പെൺമക്കളെ നൽകി അവരെ ഏറ്റവും നല്ല രൂപത്തിൽ അവരോടുള്ള സഹവർത്തിത്വം നന്നാക്കി തീർത്താൽ കുല്ലഹു സത്തറം മിനന്നാർ, അവന് നരകത്തിൽ നിന്നുള്ള ഒരു മറയായിരിക്കും ആ പെൺമക്കൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്നുകൂടെ പ്രവാചകൻ പറഞ്ഞു, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ, ഒരാൾക്ക് 2 പെൺമക്കൾ ഉണ്ടാവുകയും ആ 2 പെൺമക്കളെ പ്രായമാകുന്നതുവരെ, പ്രായപൂർത്തിയാകുന്നതുവരെ ഏറ്റവും നന്നായി അവളെ വളർത്തുകയും ചെയ്യുകയാണെങ്കിൽ ജാഅ യൗമൽ ഖിയാമ, അവൻ നാളെ ഖിയാമത്ത് നാളിൽ എന്റെ അടുക്കൽ വരുന്നത് ഏതുപോലെയാണ്, അന വഹുവ കഹാതൈനി, ഞാനും അവനും ഇതുപോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 2 വിരലുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹാബത്തിനെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. പെൺമക്കൾ എന്ന് പറയുമ്പോൾ അവർ സ്വർഗം നേടുവാനും അതേപോലെ തന്നെ അവരെ ആദരിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും അവരെ ദീനിന്റെ ഇസ്സത്തോടുകൂടി അവരെ വളർത്തിയെടുക്കുവാനും ഒരു പിതാവ് ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവർക്ക് അതുവഴി സ്വർഗമാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്നതാണ്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പെൺമക്കൾ നമുക്ക് നൽകുന്ന ഏറ്റവും ഖൈറ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗം നേടിയെടുക്കുക എന്നതാണ്. ആ സ്വർഗം നേടിയെടുക്കാൻ അള്ളാഹു നൽകുന്ന ഒരു അവസരമാണ് പെൺമക്കൾ. എന്ത് ചെയ്യണം? ആ പെൺമക്കളെ വളർത്തേണ്ട രൂപത്തിൽ നമ്മൾ വളർത്തണം എന്ന് മാത്രം, അല്ലേ? അവർക്ക് ദീൻ കൊടുക്കണം. പക്ഷേ പലപ്പോഴും ഇന്ന് ആ ഒരു വിഷയത്തിൽ നമ്മൾ കുറച്ച് പിറകിലായി പോകുന്നു എന്നത് ഇന്നത്തെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്, അല്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കൾ, ആ മക്കളെ ഇസ്ലാമികമായ വേഷവിധാനത്തോടു കൂടി അതേപോലെ തന്നെ ഇസ്ലാമികമായ സംസ്കാരത്തോടു കൂടി അവരെ വളർത്തിയെടുക്കുന്ന വിഷയത്തിൽ പലപ്പോഴും നമ്മൾ പുറകോട്ടു പോകുന്നു എന്നത് അത് നമ്മൾ ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമായി ഈ ഒരു സമയത്ത് കൂട്ടി വായിക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലെ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ചുണ്ടു ചുമക്കാത്തൊരു പെൺകുട്ടിയെ കാണാൻ ഇന്ന് പ്രയാസമാണ്. നമ്മൾ ആലോചിച്ചൊക്കെ, എന്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടി ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അവൾ ചുണ്ട് ചുമപ്പിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ഒന്ന് ഗൗരവത്തിൽ ഞാനും നിങ്ങളും രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് കാണേണ്ടതുണ്ട്. കാരണം ഒരു സ്ത്രീ അവളെ കാലിൽ അണിയുന്ന പാദസരം, ആ പാദസരത്തിൽ പോലും ശബ്ദമുണ്ടാക്കരുത് എന്ന്, അല്ലെ? കാലുകൾ കൊട്ടിക്കൊണ്ട് ശബ്ദമുണ്ടാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറ നൂറിൽ 31-ാമത്തെ ആയത്തിൽ ഒരു സ്ത്രീയുടെ വേഷവിധാനത്തെ സംബന്ധിച്ച് പറയുമ്പോ വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫൾന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ എന്ന് പറയുന്ന ആയത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നത് വലാ യദ്രിബിന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിൻ, വലാ യദ്രിബിന, അവർ കൊട്ടരുത്, ബിഅർജുലിഹിന്ന, അവരുടെ കാലുകൾ, ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിൻ, അവരുടെ മറച്ചു വെക്കപ്പെട്ട ആ സൗന്ദര്യത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടി അവൾ കാലുകൾ കൊട്ടരുത് എന്ന് ഒരു സ്ത്രീയുടെ വേഷവിധാനവുമായി സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്താം. എന്തിനാ മക്കൾ ചുണ്ടു ചുമപ്പിക്കുന്നത്? മറ്റുള്ളവന്റെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാനാ, അല്ലാന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അത് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ആ മക്കളെ തിരുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ മക്കളെ ഉപദേശിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ മക്കളെ ഇസ്ലാമികമായ സംസ്കാരത്തിലൂടെ വളർത്തി വരുമ്പോഴാ അവൾ എന്താകുന്നത്? സതറമ്മിനന്നാർ, നിനക്ക് നരകത്തിന്റെ ഒരു മറയായിരിക്കുമെന്നും നിനക്ക് സ്വർഗം ലഭിക്കുവാനുള്ള ഒരു മാർഗമായിരിക്കുമെന്നും അന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവിടെ ആലോചിക്കണം നമ്മള്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കാം, ഞാൻ എന്റെ കുടുംബത്തിലേക്ക് മടങ്ങാം. എന്റെ മക്കൾ എങ്ങനെയാണ്? നാളെ മറുപടി പറയേണ്ടവരാണ്, അല്ലേ? വളരെ സങ്കടകരമായ ചില അവസ്ഥകൾ വിവാഹവേളകളിൽ പോലും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വിവാഹത്തിന്റെ ഖുത്ബ നിർവഹിക്കേണ്ട ഒരു സമയം വന്നപ്പോ ആ ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ അവിടെ ആ കുട്ടിയുടെ പിതാവ് ഇല്ല.
പിതാവിന്റെ കുടുംബത്തിൽ ആരും വലിയായിട്ട് നിൽക്കാനില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ വല്യപ്പയാണ് വലിയാകുന്നത്. വല്യപ്പയാകണമെങ്കിൽ എന്ത് വേണം? വല്യപ്പാക്ക് ആ വിലായത്ത് കൊടുക്കണം, അതിനുള്ള അവകാശം കൊടുക്കണം. ആ അവകാശം കൊടുക്കണം. ഇപ്പുറത്ത് നിക്കാഹ് നിർവഹിക്കുന്നത് സുന്നി പണ്ഡിതന്മാരായ ആളുകളാണ്. സ്റ്റേജിൽ വെച്ചുകൊണ്ട് അവർ പറഞ്ഞു, അനുവാദം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അത് പോരാ. ഇവിടെ വന്നുകൊണ്ട് സ്റ്റേജിൽ വെച്ചുകൊണ്ട് ആ കുട്ടി പറയണം തന്റെ വല്യപ്പാക്ക് തന്നെ വിവാഹം കഴിക്കുവാനുള്ള അധികാരപ്പെടുത്തി എന്നത് ആളുകൾക്ക് മധ്യ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ടാവുകയാണ്. ആ സമയത്ത് ആ കുട്ടി വരുമ്പോ അതിനെ കാണാൻ പോലും കഴിയാത്തത്ര മാറിടം തുറന്നിട്ട് അവിടെ കൂടിയ ആളുകളെല്ലാം ലജ്ജിച്ചു പോകുമാർ നമ്മുടെ കുടുംബങ്ങളിൽ അത്തരം അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ വൈവാഹിക ജീവിതം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അല്ലാഹുവിന്റെ കാരുണ്യവും അതേപോലെ തന്നെ അവന്റെ അനുഗ്രഹവും ലഭിക്കേണ്ട രംഗങ്ങളിൽ പോലും ആ മക്കളുടെ വേഷവിധാനങ്ങൾ പ്രിയപ്പെട്ടവരെ ആലോചിക്കേണ്ടത് നമ്മൾ ചിന്തിക്കണ്ടേ? എവിടെയാണ് നമ്മുടെ സമുദായം നിൽക്കുന്നത്? അവിടെ കൂടിയ ആളുകളെല്ലാം തല താഴ്ത്തി നിൽക്കുമാറ് അത്രയും ആഭാസകരമായ അവസ്ഥയിൽ പുതുനാരി ചമഞ്ഞുകൊണ്ടുവരുന്ന മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണെങ്കിൽ എവിടെയാണ് നമുക്ക് രക്ഷയില്ലാകുന്നത്? പ്രിയപ്പെട്ടവരെ ആലോചിക്കുക. ഇത് കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെയാണ്? കുട്ടികളെ വളർത്തുക, തിന്നാൻ കൊടുക്കുക, വിദ്യാഭ്യാസം നൽകുക എന്നതല്ല, ഇസ്ലാമികമായ സംസ്കാരം അവരിൽ ഉണ്ടാക്കാൻ. അതാണ് ഒരു മാതാവിന്റെയും പിതാവിന്റെയും ബാധ്യതയായിട്ടുള്ളത്. ആ മക്കൾക്ക് നൽകേണ്ടത് സമയബന്ധിതമായി നൽകുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇസ്ലാമിക സംസ്കാരം അത് ഏതെങ്കിലും രൂപത്തിലുള്ള വൈവാഹിക രംഗങ്ങളിലോ മറ്റു രംഗങ്ങളിലോ അത് ഒരിക്കലും തന്നെ മലീമസമായി പോവാതെ അതിനെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഒരു തൗഫീക്കിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലേ? സ്ത്രീകൾ എന്ന് പറയുന്നത് ബഹുമാനിക്കപ്പെടേണ്ടവളാണ്, ആദരിക്കപ്പെട്ടവളാണ്. ആ ആദരവ് നൽകണം. അവരെങ്ങനെയാവണം? മാന്യമായ വസ്ത്രധാരണം. എന്റെ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്ന എന്റെ മക്കളെങ്കിലും മാന്യമായ വസ്ത്രധാരണം നടത്തുന്നവരാണ് എന്ന് സമാധാനിക്കാൻ ഒരു പിതാവെന്ന നിലക്ക് എനിക്ക് സാധ്യമാകണം. പ്രിയപ്പെട്ടവരാലോചിക്കുക. എന്റെ പ്രിയപ്പെട്ട ഭാര്യ അങ്ങനെയായിരിക്കണം. നമ്മൾ ആലോചിക്കുക. കൃത്യമാണല്ലോ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സ്ത്രീയുടെ വേഷവിധാനത്തെ സംബന്ധിച്ച്, പുരുഷന്റെ വേഷവിധാനത്തെ സംബന്ധിച്ച് ഒരു ഇസ്ലാമികമായ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്ന വിഷയത്തിൽ ഞാനും നിങ്ങളും എവിടെ എന്നത് കൂടി ഒരു സാഹചര്യത്തിൽ ആലോചിക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോ ആ സ്ത്രീകളോട് നല്ല രൂപത്തിൽ വർത്തിക്കണം എന്നത് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഏതിൽ? ഫിന്നിസാഇ, സ്ത്രീകളുടെ കാര്യത്തിൽ എന്നാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ കാര്യത്തിലും ചോദ്യം ചെയ്യപ്പെടും. ഒരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ നമ്മളൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അവരുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകണമെന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഇസ്ലാം സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, ആരാധനാ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പള്ളിയിൽ പോയി അവൾക്ക് നമസ്കരിക്കാം, ജുമാ പോലെയുള്ള നന്മകളിൽ അവൾക്ക് പങ്കെടുക്കാം, ജമാഅത്തിന് പോലും അവൾക്ക് പള്ളിയിൽ പോകാം. പെരുന്നാളാണെങ്കിലും ഗ്രഹണ നമസ്കാരമാണെങ്കിലും മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരമാണെങ്കിലും ഇഅ്തികാഫാണെങ്കിലും ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും യുദ്ധരംഗങ്ങളിൽ പോലും സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം. അതെങ്ങനെയായിരിക്കണം? അവൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ടായിരിക്കണം അവളുടെ ഇടപെടലുകളും അതേപോലെ തന്നെ അവളുടെ സംസ്കാരവും എന്നത് കൃത്യമായി ശ്രദ്ധിക്കണം എന്നതാണ്. അവൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് രണ്ട് പ്രതിഫലമല്ലല്ലോ അള്ളാഹു പറഞ്ഞത്, അവരുടെ കർമ്മങ്ങൾക്ക് തുല്യമായ പ്രതിഫലമാണ്. ഒരാണാകട്ടെ ഒരു പെണ്ണാകട്ടെ അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മുഅ്മിനായിട്ടാണ് അത് നിർവഹിക്കുന്നതെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അവരെ ഒരു തരിമ്പ് പോലും അവരോട് അനീതി കാണിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു.
മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആരെങ്കിലും ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാണ് അവർ നന്മ ചെയ്യുകയാണ്, വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട് നിർവഹിച്ചാൽ ഫലനുഹീഹന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് നല്ല ഒരു ജീവിതം അല്ലാഹു നൽകുന്നു എന്നാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർക്ക് പ്രതിഫലമായി നൽകുന്നത് ഏറ്റവും നല്ല അവർ പ്രവർത്തിച്ച നന്മയായ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകുന്നു എന്നതാണ്. അവിടെ നമ്മൾ ആലോചിക്കുക, ആണിനും പെണ്ണിനും പ്രതിഫലത്തിൽ വ്യത്യാസം അല്ലാഹു പറഞ്ഞിട്ടില്ല. അത് അവർക്ക് എല്ലാ വിധത്തിലുള്ള ആരാധനാ സ്വാതന്ത്ര്യം, വസ്ത്രധാരണത്തിലുള്ള സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും അനുവദിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. ഈ അടുത്ത് യൂട്യൂബിൽ കണ്ട ഒരു പെൺകുട്ടിയുടെ ഒരു സംസാരം, അവള് ദീന് മാറി എന്നതാണ്. മുസ്ലിം വിട്ടുകൊണ്ട് അവൾ മറ്റൊരു മതത്തിലേക്ക് ചേക്കേറി. അതിന്റെ കാരണം ഇസ്ലാം നിശ്ചയിച്ച ഇദ്ദ അവൾക്ക് ബോധ്യപ്പെട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന്, അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിൽ നിന്ന്, ജീവിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് എങ്ങനെ ജീവിക്കണം എന്ന് മാത്രമല്ല, തുല്യമായ അവകാശങ്ങള് അവർക്ക് വകവെച്ച് നൽകിയ പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ അനുഗ്രഹം ലഭിക്കേണ്ട ഒരു പെൺകുട്ടി മുസ്ലിം പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയായ പെൺകുട്ടിയാണ്. ഇദ്ദ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ മതം വിട്ടുപോകുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളുമായി ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൃത്യമായി അവർ ബോധ്യപ്പെടുത്തുന്ന വിഷയത്തിൽ നമ്മൾ ആലോചിക്കണമെന്നാണ്. ഇപ്പൊ നിങ്ങൾ വിശ്വാസികളുടെ മാതൃക പറഞ്ഞപ്പോ അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പരാമർശിച്ചത് ആരെയാണ്? സ്ത്രീകളെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു പറഞ്ഞത് ഇംറഅത ഫിർഔൻ എന്നാണ്. ലറബല്ലാഹു മസല ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയാണ് വിശ്വാസികളുടെ മാതൃകയായി അല്ലാഹു ഉപമിക്കുന്നത് എന്നതാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയെയാണ്, അതേപോലെ തന്നെ ഹാജറ ബീവിയെയാണ്. നമുക്കറിയാം, ഹജ്ജും ഉംറയും ഒക്കെ നടത്തുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അതിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ഹാജറ ബീവി നടത്തിയ ആ നടത്തം അതിനെ ഓർത്തുകൊണ്ട ഇന്ന് ഹജ്ജിന് പോകുന്ന അല്ലെങ്കിൽ ഉംറക്ക് പോകുന്ന ആളുകൾ എന്ത് ചെയ്യണം? അത് സ്മരിച്ചുകൊണ്ട്, ഓർത്തുകൊണ്ട്, അത് മാതൃക സ്വീകരിച്ചുകൊണ്ട് സഈ നടത്തണം എന്ന് പഠിപ്പിച്ച ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, മാതൃകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലും വര ഇങ്ങനെ വരച്ചു. ആ വര ഇങ്ങനെ വരച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുമ്പിലിരിക്കുന്ന സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇത് എന്തിൻ വരയാണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പറയാൻ. 4 വരകൾ വരച്ചുകൊണ്ട്, ആ 4 വരകൾ വരച്ചുകൊണ്ട് പ്രവാചകൻ ചോദിക്കുമ്പോ സഹാബത്ത് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ അത് മനസ്സിലായില്ല, എന്താണ് ഈ 4 വരകൾ എന്ന് പറയുമ്പോ ഇവരെല്ലാം സ്വർഗത്തിൽ സ്ത്രീകളുടെ നേതാക്കന്മാരാണ്, അവരാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആ 4 വരകളെ പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്, മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്, ആസിയ റളിയല്ലാഹു അൻഹയാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഇങ്ങനെയുള്ള ആളുകളെ അല്ലെങ്കിൽ സ്ത്രീകളെ സ്വർഗത്തിന്റെ നേതാക്കന്മാരാണ് എന്ന് പഠിപ്പിച്ചു എന്നതാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് ഏറ്റവും വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. എന്നാൽ ആ സ്ഥാനം എന്ന് പറയുന്നത് അവരുടെ ഉടുതുണി ഉരിയാനുള്ളതല്ല, അതിനുള്ള സ്വാതന്ത്ര്യമല്ല. മറിച്ച് പരിശുദ്ധ ഇസ്ലാം ഒരു പുരുഷനും സ്ത്രീയുമൊക്കെ അള്ളാഹുവിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾ എങ്ങനെ വേഷവിധാനം സ്വീകരിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും അവരെങ്ങനെയാണ് ദുനിയാവിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് എന്നും കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ബോധ്യപ്പെടുത്തുക എന്ന ബാധ്യത രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മുടെ ബാധ്യത കൂടിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്ന് മാത്രമാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രവാചക ചര്യയുടെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ ജീവിതത്തിലും പാരത്രികമായ ജീവിതത്തിലും അവന് ഖൈറാണ് ലഭ്യമാവുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു എന്ന് മാത്രമല്ല യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, വിചാരണ പോലുമില്ലാതെ അവർക്ക് നല്ല ഉപജീവനം നൽകാൻ അത് നിമിത്തമായി തീരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ
ഖുർആനിന്റെ വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ മക്കൾ, ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും, അവരെയൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് ഇസ്ലാമികമായ വിജ്ഞാനം, ആ ഇൽമ് അവർക്ക് നൽകുന്ന വിഷയത്തിൽ, പരിശീലിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ ഒരു അർത്ഥത്തിൽ ജീവിതത്തെ ധന്യമാക്കി ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.